അതൊക്കെ ഉണ്ട് ഇടയ്ക്ക്, അതൊക്കെ ഇടയ്ക്കുണ്ട്. ഞാൻ ശബ്ദം കൺട്രോൾ ചെയ്ത് പുറത്തേക്ക് ആളിറങ്ങി, അവിടെ നിൽക്കുന്നവരെ പുറത്തേക്കാക്കി. ഡോറ് ക്ലോസ് ചെയ്യും. ഈ ബഹളവും കേൾക്കില്ല. അവിടെ ഒന്നും മിണ്ടായിരിക്കാനും പറയണേ. നാളെ സത്യപ്രതിജ്ഞയാണ് രാവിലെ 10 മണിക്ക്. മുഖ്യമന്ത്രിയോടൊപ്പം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം UDF-ൽ, കോൺഗ്രസിൽ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞയാണ്. ഇന്ന് 20 UDF മന്ത്രിമാരുടെ ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് സമർപ്പിച്ചു. അപ്പോൾ നാളെ ഞാനടക്കം 21 പേര് സത്യപ്രതിജ്ഞയാണ്. ലീഗ് മന്ത്രിമാരുടെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. ബാക്കിയുള്ളവരുടെ നിങ്ങൾക്കറിയാം. കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിമാരുടെ ലിസ്റ്റ്. അതിൽ 63 MLA-മാർ കോൺഗ്രസിലുണ്ട്. ഒരുപാട് അർഹതപ്പെട്ട ആളുകളുണ്ട്. നമുക്കിതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ആളുകൾ, അർഹതപ്പെട്ട ആളുകൾ അക്ഷരാർത്ഥത്തിൽ. പക്ഷെ നമുക്ക് 11 പേരാണുള്ളത്. അപ്പോൾ നമുക്ക് കുറേ അർഹതയുള്ള ആളുകളെ പല സോഷ്യൽ ബാലൻസും റീജിയണൽ ബാലൻസും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ പ്രയാസമുണ്ട്. വളരെ അടുത്ത സഹപ്രവർത്തകരാണ് പുറത്ത് നിൽക്കുന്ന പലരും, ഇതിൽ പെടാത്ത പലരും. പക്ഷെ പല മാനദണ്ഡങ്ങൾ വെച്ച് കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ ഉള്ള ചില പരിമിതികൾ, ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ, പ്രാദേശികമായ വിഷയങ്ങൾ, മേഖലയെ സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം, അതെല്ലാം പരിശോധിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടിയാലോചിച്ചു AICCയുടെ അനുവാദത്തോടു കൂടിയാണ് ഇന്ന് 5 മണിക്ക് ശേഷം ഗവർണർക്ക് ഈ ലിസ്റ്റ് സമർപ്പിച്ചത്. ഞാൻ അവരുടെ പേര് വിവരങ്ങൾ ഞാൻ വായിക്കുകയാണ്. 20 പേരുടെ പേരുകൾ. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ സണ്ണി ജോസഫ്, ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ശ്രീ ഷിബു ബേബി ജോൺ, ശ്രീ അനൂപ് ജേക്കബ്, ശ്രീ CP ജോൺ, ശ്രീ AP അനിൽകുമാർ, ശ്രീ N ഷംസുദ്ദീൻ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ റോജി M ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ M ലിജു, ശ്രീ KM ഷാജി, ശ്രീ PK ബഷീർ, ശ്രീ VE അബ്ദുൽ ഗഫൂർ, ശ്രീ T സിദ്ദിഖ്, ശ്രീമതി KA തുളസി. സനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ OJ ജനീഷ്. ഇതാണ് 20 പേരുടെ പേരുകൾ. ആണല്ലോ. സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ സഭയിലെ തന്നെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും, ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറോ. ചീഫ് വിപ്പ് അത് കേരള കോൺഗ്രസിനാണ്. അദ്ദേഹം ശ്രീ PJ ജോസഫ് സാർ അത് പ്രഖ്യാപിക്കും. തീർച്ചയായിട്ടും പുതുമുഖങ്ങൾ വരട്ടെ, എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വരേണ്ട, ചിലപ്പോൾ ഇതിൽ വന്ന പലരേക്കാളും അർഹതയുള്ള ആളുകളുണ്ട് പുറത്ത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പാർട്ടി ഇത് നിശ്ചയിക്കും. കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സോഷ്യൽ ബാലൻസ്,
റീജിയണൽ ബാലൻസ് ഇതൊക്കെ നോക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ അർഹതയുള്ള 63 പേര് ജയിച്ചു വന്നിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ അതിൽ കുറേ ആളുകൾ, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ ഉറപ്പായിട്ട് വരണ്ട. പക്ഷെ 11 ഉള്ളു. 10 ഇതുവരെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്, 11 അത് പറയാം, പിന്നീട് പറയാം. ഇല്ല, അത് പറയാം, പിന്നീട് പറയാം. വകുപ്പുകളുടെ കാര്യം, വകുപ്പുകളെല്ലാം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഘടകകക്ഷികൾ തമ്മിലുള്ളതും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കണം. അത് സാധാരണ അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമാണ് ഗവർണർക്ക് സമർപ്പിക്കാറുള്ളത്. നാളെ അത് സമർപ്പിക്കും. സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗവർണറുടെ അപ്രൂവൽ കിട്ടിയാൽ അത് ഗവൺമെൻറ് പ്രസിൽ കൊടുത്ത് ഗസറ്റ് നോട്ടിഫിക്കേഷനായിട്ടാണ് വരുന്നത്. പ്രഖ്യാപിക്കാറില്ല. അതാണ് അതിൻ്റെ കൺവെൻഷൻ. അത് പറഞ്ഞല്ലോ, ഞാൻ 3 ചോദ്യം വന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ചില ധാരണകളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അത് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അറിയിക്കാം. അല്ലല്ല, അതൊക്കെ പറയാന്നേ. അതൊക്കെ നിങ്ങൾ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ അടുത്ത വിസ്മയങ്ങൾ നോക്കിയോ. അതായത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ, ശ്രീ രാഹുൽ ഗാന്ധിജി, ശ്രീമതി പ്രിയങ്ക ഗാന്ധിജി, കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി ശ്രീ സുഖു. അതേ, ഞാൻ NSU അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഹിമാചലിലെ NSU പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പിന്നെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ. പിന്നെ അവിടെ നിന്നെല്ലാം നിരവധി മന്ത്രിമാരെല്ലാം വരുന്നുണ്ട്. അത് വരട്ടെ, അദ്ദേഹം വരും. അല്ല, പിന്നീട് അല്ല, ഇപ്പം അല്ല, നാളെ, പിന്നീട് നിരവധി മന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ഉണ്ടാവും. BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ബിനോയ് വിശ്വം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വിവിധ കക്ഷി നേതാക്കൾ ഉണ്ടാവും. ഏറ്റവും ബഹുമാന്യനായ ശ്രീ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉണ്ടാവും. എല്ലാവരും ഉണ്ടാവും. ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. ഒരു ഡിമാൻഡും ആരും വെച്ചിട്ടില്ല. ഒരു ഡിമാൻഡും, അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ചർച്ച നടന്നിട്ടില്ല.